ഇവിടെ ക്രെഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വയറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് പിക്സ് അപ്പ് എവറി ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ദാറ്റ് യു ഡു. ആൾക്കാർ റെൻറ്റിന് പോകുമ്പോൾ തന്നെ ദേ വിൽ ഡു എ ക്രെഡിറ്റ് ചെക്ക്. ബട്ട് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാങ്ക്സ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ക്രോസ് വെരിഫൈഡ് ആണ്. ഈവൻ ഇഫ് യു മിസ് എ പേയ്മെൻറ്റ് ഓൺ എ പവർ ബിൽ, ബാങ്ക്സ് ക്യാൻ സീ ഇറ്റ്. യെസ്, ബിക്കോസ് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ റെസിഡൻസിയും സിറ്റിസൺഷിപ്പും എടുത്തിട്ട് ദേ സ്റ്റിൽ ഫീൽ ന്യൂസിലാൻഡ് ഇസ് ദ ബെസ്റ്റ് കൺട്രി ടു ലിവ്. എന്നാലും പൈസ ഉണ്ടാക്കാനായിട്ടും ലെസ് ടാക്സേഷനൊക്കെ സിന്ധു പറഞ്ഞത് വളരെ കറക്റ്റ് പോയിൻ്റാണ്. ദേ ആർ ഗോയിങ് അബ്രോഡ്. നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല എഡ്യൂക്കേഷനും നല്ല ക്വാളിഫൈഡ് റോൾസിലും പ്രൊഫഷണൽ റോൾസിലും ഉള്ളവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 80-90%. അപ്പം ഇവർക്ക് ഡെപ്പോസിറ്റ് വൈസും സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5% ജെന്യുവൻ സേവിങ്സിലുള്ള ഒരു ഇഷ്യൂസേ വരുന്നുള്ളൂ വളരെ മിനിമം ആയിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു എഡ്ജുള്ള ഓഫേഴ്സൊക്കെ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? തീർച്ചയായിട്ടും ഐ തിങ്ക് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ സിനാരിയോ. ഒരു വീട് വിറ്റിട്ട് വാങ്ങിക്കാനും പറ്റിയ മാർക്കറ്റാണ്. അതുപോലെ ലൈഫ് സ്റ്റൈല് ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ഒരു 20% ഡെപ്പോസിറ്റാണ് റെക്കമെൻഡഡ് മിനിമം ഫസ്റ്റ് ഹോം ബയേഴ്സ് ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ അപ്ഗ്രേഡിങ് ഓപ്ഷൻ ആയിരിക്കണം. എന്താണ് ഈ അപ്ഗ്രേഡിങ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ? നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം FM-ൻ്റെ മാർക്കറ്റ് പൾസ് എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് പൾസിൽ ന്യൂസിലൻഡിലെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ചും ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള വിവിധ തരം മോർഗേജിനെ കുറിച്ചും ഇപ്പോൾ ഈ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ രംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയമുള്ള, അതുപോലെ തന്നെ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറുമായ സിമി സേതു നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിമി ഈ ഷോയിലേക്ക്. താങ്ക് യു സിന്ധു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എൻ്റെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്നതിലും. നമുക്ക് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവർക്കും കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഒരു ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ എല്ലാവർക്കും പറയാനുള്ള വൺ ഓഫ് ദ ടോപ്പിക്കാണ് എങ്ങനെയുണ്ട് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. ഇപ്പോൾ പുതിയ വീട് വാങ്ങിക്കാൻ പറ്റിയ സമയമാണോ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 വർഷം വളരെ വോളറ്റൈലായിരുന്നു മാർക്കറ്റ് അല്ലേ? ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന സിമിക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? യെസ്, ഏതൊരു കമ്മോഡിറ്റി എടുത്താലും ഒരു മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. സോ അതുപോലെ തന്നെ നമുക്ക് 2021 ഒരു വലിയ ബൂം കഴിഞ്ഞിട്ട്, അതായത് കോവിഡ് ടൈമിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് പ്രോപ്പർട്ടി മാർക്കറ്റ് ഡൗൺ ആവുമെന്നാണ്, കംപ്ലീറ്റ്ലി ക്രാഷ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അതിന് റിവേഴ്സായിട്ട് തന്നെ സംഭവിച്ചത്. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് വർ വെരി ലോ ആ ടൈമിൽ. അപ്പോൾ 21 തൊട്ട് നമ്മൾ ആ റിയാലിറ്റിയിലോട്ട്, കോവിഡ് കഴിഞ്ഞിട്ട് റിയാലിറ്റിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് സ്റ്റാർട്ടഡ് ക്ലൈംബിങ് അപ്പ്. അത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 1.99 വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു പീരിയഡിൽ. അവിടെ നിന്ന് നമ്മൾ ഏതാണ്ട് ഒരു ബിഗിനിങ് ഓഫ് ദിസ് ഇയർ ഇറ്റ് വാസ് അറൗണ്ട് 7.15 7.45 വരെ പോയ ഒരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം നമ്മൾ വി ആർ coming into the reality and a good sign, a positive sign is showing at the moment. നമ്മുടെ ന്യൂസിലൻഡിലുണ്ടായ എന്തെങ്കിലും എക്കണോമിക് ചേഞ്ചസ് ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, ഗവൺമെൻറ് പോളിസീസ്, പിന്നെ ഓവറോൾ ഗ്ലോബൽ ഓൾസോ കുറച്ച് ഇമ്പാക്റ്റ് ചെയ്യുമല്ലോ. എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിരിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്, അതായത് 21 തൊട്ട് നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ റിസർവ് ബാങ്ക് വന്നിട്ട് റിസഷൻ വന്ന് ആക്ച്വലി സ്ക്വീസ് ഇൻ ചെയ്യായിരുന്നു. അല്ലാതെ ഒരു നോർമൽ റിസഷനിലോട്ട് ന്യൂസിലാൻഡ് പോയിട്ടില്ല. ഇങ്ങനെയുള്ളൊരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ഹോം ബയറിനെ കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വിവിധ തരം ബയേഴ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമി, ഒരു ഫസ്റ്റ് ഹോം ബയർക്ക് ഈ ഒരു മാർക്കറ്റിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഉള്ളത് വീട് വാങ്ങിക്കാനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇൻട്രസ്റ്റ് റേറ്റ്
അതായത് കൂടിയിരുന്ന സമയത്ത് മാർക്കറ്റിൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരുന്നു. അപ്പം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ആൻഡ് ബയേഴ്സ് മാർക്കറ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു മാർക്കറ്റിനെ. സോ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ആൻഡ് ദേ ആർ പേയിങ് റെൻറ്റ് ആൻഡ് വൈൽ ദേ ആർ പേയിങ് റെൻറ്റ് അവർ വേറൊരാളുടെ മോർഗേജാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പകരം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ ഞാൻ എപ്പോഴും എല്ലാ ക്ലയൻസിനോടും പറയുന്നത്, ഫസ്റ്റ് ഹോം ബയേഴ്സിന് എല്ലാ മാർക്കറ്റും നല്ല മാർക്കറ്റാണ്. ബട്ട് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഈ കറൻറ്റ് മാർക്കറ്റ്, ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഈ കറൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു ഈ ലാസ്റ്റ് 1.5 years ആയിട്ട്. ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് വർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബിക്കോസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്, പിന്നെ പോളിസീസ്, ഗവൺമെൻറ് പോളിസീസ് ഒക്കെ കൊണ്ട്. ബട്ട് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് സപ്ലൈ കൂടുതലായിരുന്നു. സപ്ലൈ ഡെഫിനറ്റ്ലി കൂടുതലായിരുന്നു. സപ്ലൈ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ടുക്ക് എ ലിറ്റിൽ മോർ ടൈം ടു ഗെറ്റ് സോൾഡ്. അപ്പം അവർക്ക് ആവശ്യത്തിന് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ദേ ക്യാൻ ടേക്ക് ടൈം ടു ലുക്ക് അറൗണ്ട്, ബൈ ദ വൺ വിച്ച് ദേ റിയലി ലൈക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഫസ്റ്റ് ഹോം ബയേഴ്സിന്. ആൻഡ് അത് ഇപ്പോഴും ആണ്. ബട്ട് ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ് എ ചേഞ്ച് വിതിൻ ദ നെക്സ്റ്റ് 2 quarters. നല്ലൊരു സന്തോഷകരമായ ഒരു ന്യൂസാണത്. സിമി, പലതരം ബയേഴ്സ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഫസ്റ്റ് ഹോം ബയേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ബൈ ചെയ്യുന്നവർ. നമുക്ക് ഓരോ സെഗ്മെൻറ്റും മുന്നോട്ട് പോകുമ്പം സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. ഒരു ഫസ്റ്റ് ഹോം ബയർക്ക് ഇവിടെ വരുമ്പോൾ ഒരു വീട് സ്വന്തമാക്കണമെന്നുള്ള അവരുടെ ആ സ്വപ്നം ഒരു ജേണി തന്നെയാണ്. സിമി ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അവരുടെ ഒരു ജേണി തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ ഒരു ലൂപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ക്രിസ്പായിട്ട് മതി. ഷുവർ. ഇപ്പം ഈ ഫസ്റ്റ് ഹോം ബയേഴ്സ് എന്ന് പറയുന്നത് 2 കാറ്റഗറിയാണ് ഞാൻ കാണാറുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒന്ന് young couples who have come here recently and then starting their career from here. പഠിച്ചിട്ട് ഇറങ്ങി ജോലി കിട്ടുന്നവർ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ കൊണ്ടുവന്ന്, അങ്ങനെ അതൊരു കാറ്റഗറി. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ പോലെ കുറച്ച് നാൾ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നിട്ട് ഇവിടെ വരുന്നവർക്ക്. എല്ലാവർക്കും ഫസ്റ്റ് വരുമ്പം വന്ന ഒരു 2-3 വർഷം തന്നെ, നമ്മുടെ മലയാളികളെ ഞാൻ കണ്ടിട്ടുള്ള, അവരുടെ വന്ന് ലാൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീട് വാങ്ങിക്കണം, ഫസ്റ്റ് ഹോം വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പം അവരുടെ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗെറ്റിംഗ് ദാറ്റ് റൈറ്റ് ജോബ്. യുനോ, മോസ്റ്റ്ലി ഫുൾ ടൈം ജോബാണ് പ്രിഫറബിളായിട്ട് വേണ്ടുന്നത്. വൺസ് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് അവർ ചിന്തിക്കേണ്ടത്, ഓക്കെ, ഇനി എന്താണ് ഇവിടുത്തെ market. So it will be, I always encourage them to talk to a financial advisor or talk to a bank to understand what are the requirements. അപ്പം അതിൽ ഫസ്റ്റ് അവർക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ അത് പറയാം. അപ്പോൾ ഫസ്റ്റ് അവർക്ക് ചെയ്യേണ്ട കാര്യം ഡൗൺ പേയ്മെൻറ്റ്. സോ ദേ നീഡ് ടു സ്റ്റാർട്ട് ഡെപ്പോസിറ്റ്. അതെ. അപ്പം അതൊരു ദേ ഷുഡ് സ്റ്റാർട്ട് ടു സേവ് സംതിങ് ഓൺ ദെയർ ഓൺ ഇവിടെ. പിന്നെ 2 കൂട്ടർക്കും നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഗിഫ്റ്റിംഗ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എസ്പെഷ്യലി നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിൽ വരുന്നവർക്ക് കൈൻഡ് ഓഫ് സപ്പോർട്ട് ഉണ്ട്. വെരി ലെസ് പെർസെൻറ്റേജേ ഉള്ളൂ അതില്ലാത്തത്. അപ്പം അത് കൊണ്ടുവരും. പക്ഷേ ആ ഗിഫ്റ്റിംഗ് വന്നോട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. ബട്ട് I would suggest that they start a genuine savings into a particular bank, having a clean record of those savings. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാങ്കിങ് they need to be very careful. നമുക്ക് എപ്പോഴും ഭയങ്കര ആവേശമാണ് നമ്മൾ മലയാളികൾ. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ശമ്പളം വരുമ്പോൾ തന്നെ എടുത്ത് അപ്പുറത്തെ വേറെ അക്കൗണ്ടിലോട്ട് സേവ് ചെയ്യാൻ തുടങ്ങും. സോ ദെൻ വാട്ട് ഹാപ്പൻസ്, യു ഗെറ്റ് യുവർ ഡയറക്റ്റ് ഡെബിറ്റ്, പവർ ബില്ല്, അതൊക്കെ മിസ്സായി പോകാൻ ചാൻസസ് ഉണ്ട്. സോ കീപ്പിംഗ് യുവർ ബാങ്ക് അക്കൗണ്ട് ടൈഡി വിത്തൗട്ട് ഓവർ ഡ്രാഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യാതോ അല്ലെങ്കിൽ മിസ് പേയ്മെൻറ്റ്സോ അങ്ങനത്തെ ഒന്നും കാര്യം. ആബ്സല്യൂട്ട്ലി. ബിക്കോസ് ബാങ്ക്സ് നമുക്കൊരു ഓവർ ഡ്രാഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ടെങ്കിൽ, ദേ വോണ്ട് ടു സീ അസ് യൂസിങ് റെസ്പോൺസിബിളി. അത് ബാങ്കിലായിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഈവൻ നമ്മളുടെ ATM കാർഡ് നമ്മുടെ കുട്ടിക്കോ അല്ലെങ്കിൽ വൈഫിനോ കൊടുക്കുന്നത് പോലും അതൊരു ഇറസ്പോൺസിബിളായിട്ടാണ്. ഇപ്പോഴത്തെ സ്കാമിലൊക്കെ അത് പെട്ടാൽ പോലും അങ്ങനത്തെ ഒരു ബേസിക് ബാങ്കിങ് ബിഹേവിയർ റെസ്പോൺസിബിളായിട്ട് കണ്ടക്ട് ചെയ്യുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ എന്താണ്, ടോക്കിംഗ് ടു എ പ്രൊഫഷണൽ ലൈക്ക് അസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എല്ലാവർക്കും അപ്ലൈ ചെയ്ത ഉടനെ കിട്ടണം എന്നില്ല. സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് 3 months to 6 months to 8 months ഫോർ ദെം ടു പ്രിപ്പയർ. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ്
സിന്ധു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എന്താണ് ഒരു ലഞ്ച് റൂമിലും നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോഴും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് മോർഗേജസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അവിടെ നിന്നുള്ള മെസ്സേജ് മാത്രം എടുക്കാതെ ഐ വുഡ് സജസ്റ്റ് ദേ ടോക്ക് ടു എൻ അഡ്വൈസർ ഓർ എ ബാങ്ക് ആൻഡ് ഗെറ്റ് തീർച്ചയായിട്ടും സോ ദാറ്റ് ദേ ഹാവ് ദ റൈറ്റ് തിങ്, ദേ ഹാവ് ദ സെറ്റ് ഗോൾ ഫോർ ദെം ടു ഗെറ്റ് ദ പ്രോപ്പർട്ടി ജേർണി ഓർ ജമ്പ് ഇൻ ടു ദ പ്രോപ്പർട്ടി ജേർണി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ ക്ലയൻസിനോട് പറയാറുള്ളതാണ്, യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് യു വോണ്ട് ടു ബൈ. അപ്പോൾ ട്രേഡ് മെയിൽ പ്രോപ്പർട്ടീസ് നോക്കിയാലും ചുമ്മാ നമ്മൾ ഈ വീക്കെൻഡ്സിലൊക്കെ പോയിട്ട് പ്രോപ്പർട്ടീസ് കാണാം. ബിക്കോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ചില പ്രോപ്പർട്ടീസ് വി ഡോണ്ട് പ്രിഫർ ടു ബൈ, പ്ലാസ്റ്റർ ഹോംസ് ഒന്നും നമ്മൾ വാങ്ങിക്കില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം വൈൽ ദേ ആർ പ്രിപ്പയറിങ് ദിസ്. പിന്നെ വിച്ച് ഏരിയ ഫോർ ദെം ടു ബൈ, അതൊക്കെ ചെയ്യാം. പിന്നെ ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ക്യാൻ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ എന്താണ്, നെഗോഷിയേഷൻ എന്താണ്, ഡെഡ് ലൈൻ സെയിൽ എന്താണ്, ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പം ബയർ തന്നെ അവരുടേതായ ഒരു ഹോംവർക്ക് ചെയ്യുക. ആദ്യം തന്നെ ബാങ്കിനെയോ ഫൈനാൻഷ്യൽ അഡ്വൈസറെയോ മീറ്റ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള അവരുടെ എലിജിബിലിറ്റിയെക്കുറിച്ച് ആദ്യം അവർ കോൺഫിഡൻ്റ് ആവുക. എന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് വീടാണ് എനിക്ക് വേണ്ടതെന്ന് അവർ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഓപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള പ്രോസസ്സ് പഠിക്കുക. എന്നിട്ടാണ് അവർ ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്. വേണമെന്നില്ല. ബിക്കോസ് നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ അഡ്വൈസസ്, പ്രൊഫഷണൽ അഡ്വൈസസ് എല്ലാം തന്നെ ദേ ഹോൾഡ് ഹാൻഡ്സ് ടു ടേക്ക് ദം ഇൻ ടു ദിസ് ജേർണി. അപ്പം പക്ഷെങ്കിൽ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ദ ക്ലയൻസ് ഹാവ് ടു ഡു. ഇപ്പം നമുക്ക് വീട് പോയി കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഫോർ ദെം ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ എനിക്ക് ബ്രിക്ക് ആൻഡ് ടൈൽ വേണ്ട, എനിക്ക് ഇത്തിരി ലാൻഡ് വേണം. അപ്പോൾ ലാൻഡുള്ള പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ പിന്നെ ഓക്കെ എൻ്റെ കുട്ടിക്ക് ഈ പർട്ടിക്കുലർ ഡിസൈലുള്ള സ്കൂളിലേ ഞാൻ പോകുള്ളൂ. അപ്പോൾ ആ ഏരിയാസൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നതിൽ തെറ്റില്ല. ബട്ട് അഗെയിൻ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദെം ടു ഗോ ത്രൂ എവറിത്തിങ് ബൈ ദെംസെൽസ്. നമ്മൾ അതെല്ലാം തന്നെ ഗൈഡ് ചെയ്യും. ഈ ബാങ്കർ ആണെങ്കിലും ശരി, ഒരു പ്രൊഫഷണൽ അഡ്വൈസർ ആണെങ്കിലും ശരി, എല്ലാം ഗൈഡ് ചെയ്യും. പക്ഷേ ദർ ആർ സർട്ടൻ ഏരിയാസ് ദേ ക്യാൻ സ്റ്റാർട്ട് ലുക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, സോ ദാറ്റ് വെൻ ദേ കം ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് it's very easy for them to understand what we are saying. മനസ്സിലായി. അവരുടെ ഒരു ഹോംവർക്ക് അവർ തന്നെ ചെയ്തിട്ട് വരുമ്പോൾ ഇതിന് ശേഷം വൺസ് അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മോർഗേജിലേക്ക് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മോർഗേജുകളാണ്, എത്ര ടെന്യൂവറിൽ എടുക്കുന്നതായിരിക്കും അഡ്വൈസബിൾ, ബാങ്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനെ വെറ്റ് ചെയ്യുന്നത്, സിമിയുടെ ഒരു ബാങ്കിങ് എക്സ്പീരിയൻസ് വെച്ചും കൂടെ അതിനൊരു മറുപടി കിട്ടിയാൽ കൊള്ളാം. ഷുവർ. അപ്പം ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ തന്നെ നമുക്കിപ്പം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു ആൻസർ പറയാം, സോ ദാറ്റ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ ദെം. ബാങ്ക്സിന് എപ്പോഴും ഫസ്റ്റ് ഹോം ബയേഴ്സ് എന്ന് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു 90% ആൾക്കാരും ലെസ് ദാൻ 20% ഡെപ്പോസിറ്റിൽ വരുന്നവരായിരിക്കും. ഓവറോൾ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 20%. കറക്റ്റ്. അപ്പം ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് 20% എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ്. ഒരു സ്വന്തം വീട് മേടിക്കാൻ 20% ഉണ്ടെങ്കിൽ അതൊരു സേഫ്, ഒരു കൺട്രിയുടെ എക്കോണമി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിത്തിങ് ലെസ് ദാൻ 20% ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിന് ഇത്തിരി റിസ്ക് കൂടുതലുള്ള ലോൺസ് ആണ്. ബിക്കോസ് പ്രോപ്പർട്ടി വോളറ്റൈൽ മാർക്കറ്റിൽ ഇടിഞ്ഞാൽ പിന്നെ ഇറ്റ് വിൽ ബി ഓൺ എ നെഗറ്റീവ്. അതുകൊണ്ട് സോ ഈ 20% ഡെപ്പോസിറ്റിൽ ലോവർ റിസ്ക് കൂടുന്നത് കൊണ്ട് ചില കാറ്റഗറീസ് കാറ്റഗറീസ് എന്ന് പറയാൻ പറ്റത്തില്ല, ചില ക്രൈറ്റീരിയ ഈ നമ്മുടെ ഫസ്റ്റ് ഹോം ബയേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്പർ 1 ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഡിസിപ്ലിൻഡ് ബാങ്കിങ് ഹിസ്റ്ററി, പിന്നെ പ്രൊഫൈല്. ബിക്കോസ് ഇപ്പം സിന്ധുവിന് അറിയാമായിരിക്കുമല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതിനെക്കാട്ടിലും വലിയ ഡിഫറൻസ് ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ കാണുന്ന ഇവിടെ ഒരു ക്രെഡിറ്റ് പ്രൊഫൈലുണ്ട് ആൾക്കാർക്ക്. സോ ആ ക്രെഡിറ്റ് സ്കോർ നാട്ടിലുള്ള കറക്റ്റ് സിബിൽ സ്കോർ എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഐ ഹവ് നോട്ട് വർക്ക്ഡ് ഇൻ ഇന്ത്യ, അതുകൊണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വയറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് പിക്സ് അപ്പ് എവറി ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ദാറ്റ് യു ഡു. ആൾക്കാർ റെൻറ്റിന് പോകുമ്പോൾ തന്നെ ദേ വിൽ ഡു എ ക്രെഡിറ്റ് ചെക്ക്. ബട്ട് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാങ്ക്സ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ക്രോസ് വെരിഫൈഡ് ആണ്. ഈവൻ ഇഫ് യു മിസ് എ പേയ്മെൻറ്റ് ഓൺ എ പവർ ബിൽ, ബാങ്ക്സ് ക്യാൻ സീ ഇറ്റ്. അപ്പോൾ ആ ക്രെഡിറ്റ്സ് ആ ഒരു
അങ്ങനെ ഒരു ക്രെഡിറ്റ് ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം. പിന്നെ വെൻ യു ലുക്ക് അറ്റ് ദിയർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓൾ, ദേ ലൈക്ക് ടു ഹാവ് സ്റ്റേബിൾ 2 months മാറി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 months മാറി അഡ്രസ്സസ് മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ക്രെഡിറ്റ് ഫയലിനെ അഫക്റ്റ് ചെയ്യും. ഒരു ക്രെഡിറ്റ് സ്കോർ അങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ഈ ഫസ്റ്റ് ഹോം ബയേഴ്സ് ലെസ് ദാൻ 20%, they also pay a little bit more interest rate than the normal clients. ഈ 20%-നേക്കാളും കുറവ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അതിനെ മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ദേ കോൾ ആസ് ലോ ഇക്വിറ്റി സർചാർജ്. അപ്പം BNZ അതിനെ LEP എന്ന് പറയും, ലോ ഇക്വിറ്റി പ്രീമിയം എന്ന് പറയും. ANZ പറയും ലോ ഇക്വിറ്റി മാർജിൻ എന്ന് പറയും. അപ്പം 15% ഉണ്ടെങ്കിൽ ഒരു ചെറിയ മാർജിൻ, 10% ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടും. അത് 0.35, 0.75. പിന്നെ ഇപ്പം 5% ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനും കുറച്ചുകൂടെ കൂടും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. ആൻഡ് ഓൾസോ ദ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളെ മാത്രം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി കണ്ടുകൊണ്ടോ മാത്രമല്ലല്ലോ ബാങ്ക്സ് ലോൺ തരുന്നത്. ദ അസെറ്റ് ദാറ്റ് യു ആർ ബൈയിങ്, ആ പ്രോപ്പർട്ടിയാണ് അവരുടെ സെക്യൂരിറ്റി. അപ്പം ഫസ്റ്റ് ഹോം ബയേഴ്സിന് ചില പ്രോപ്പർട്ടീസ് അങ്ങനെ പോയി ഓപ്ഷനിൽ വാങ്ങിക്കാൻ പറ്റില്ല. ചില പ്രോപ്പർട്ടീസ് പ്രോബ്ലം ഉള്ള പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ബാങ്ക്സ് വിൽ സേ നോ. അങ്ങനത്തെ ചില ക്രൈറ്റീരിയാസ് നമ്മുടെ ഫസ്റ്റ് ഹോം ബയേഴ്സിനുണ്ട്. പിന്നെ ഫസ്റ്റ് ഹോം ബയേഴ്സിൽ പുറത്തിരുന്ന് ഓവർസീസ് ബയേഴ്സിന് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, നമ്മളെ കേൾക്കുന്ന ലിസണേഴ്സ് ലോകമെമ്പാടുമുള്ളവർ നമ്മളെ കേൾക്കുന്നുണ്ട്. അവർക്ക് 20%, 30% ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർട്ടി ന്യൂസിലൻഡിൽ വാങ്ങിക്കാൻ പറ്റും? It's a very good question and we are expecting some favorable answers from the national government. പക്ഷേ at the moment only resident visa holders who are employed outside and staying outside New Zealand can buy. ഇപ്പം തൽക്കാലം സിറ്റിസൺസിനും വാങ്ങിക്കാൻ പറ്റും. So anyone who do not have even a minimum of residency in New Zealand cannot buy ആണ് ഇപ്പോഴത്തെ. സോ ചുരുക്കം പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൽ അപ് ടു ലെസ് ദാൻ 2 million പ്രോപ്പർട്ടീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സിമി, ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് ഞാൻ 1-2 പേരിൽ കണ്ടതാണ്. ഇവിടെ റെസിഡൻറ്റ് വിസയൊക്കെ ആയി അവർക്ക് ഇവിടുത്തെ വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ വെതറോ ഫോർ സം റീസൺ അവർക്ക് ചിലപ്പം സിംഗപ്പൂരിലോ UAE മാർക്കറ്റിലോ യൂറോപ്പിലോ പോയി വർക്ക് ചെയ്യണം തോന്നും. അവർക്ക് ഇവിടെ വീട് വാങ്ങിക്കാൻ പറ്റുമോ? ബിക്കോസ് ദേ ഹോൾഡ് എ റെസിഡൻറ്റ് വിസ. യെസ്, ബിക്കോസ് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ റെസിഡൻസിയും സിറ്റിസൺഷിപ്പും എടുത്തിട്ട് ദേ സ്റ്റിൽ ഫീൽ ന്യൂസിലാൻഡ് ഇസ് ദ ബെസ്റ്റ് കൺട്രി ടു ലിവ്. എന്നാലും പൈസ ഉണ്ടാക്കാനായിട്ടും ലെസ് ടാക്സേഷൻ ഒക്കെ സിന്ധു പറഞ്ഞത് വളരെ കറക്റ്റ് പോയിൻ്റാണ്. ദേ ആർ ഗോയിങ് അബ്രോഡ്. ദ ആൻസർ ടു ദാറ്റ് ഇസ് യെസ്, വി ക്യാൻ കൺസിഡർ ദെയർ ഇൻകം. ദർ ഇസ് എ ഷെയ്ഡിങ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ ടൈം ഒരു 100K ജോലി ചെയ്യുമ്പോൾ നമ്മൾ 100K ഇൻകമാണ് അസസ് ചെയ്യുന്നത്. അതേസമയം ഫോറിനിലാണെങ്കിൽ അതിന് നമുക്കൊരു ചെറിയ ഷെയ്ഡിങ് ഉണ്ടാവും. ചിലപ്പോൾ ആ 100K ആണ് അവിടുത്തെ നെറ്റ് ഇൻകം ആണെങ്കിൽ ഇവിടെ നമ്മൾ 80K എടുത്തിട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 70K ആയിരിക്കും ചില ബാങ്ക്സ് എടുക്കുന്നത്. അപ്പം ഒരു സ്കെയിലിംഗ് ഇട്ടിട്ട് ദേ സ്റ്റിൽ ക്യാൻ അപ്ലൈ. ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡും കൂടെ ചോദിക്കട്ടെ സിമി. ഈ 10%, 20% ഒക്കെ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സെഗ്മെൻറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തിടയിൽ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഈ കിയങ്കോറ പോലെയുള്ള സ്കീമുകളൊക്കെ അവർക്ക് ഫേവറബിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ വളരെ സ്ട്രോങ് ക്ലയൻറ്റേലാണ് ഉള്ളത്. ഓക്കെ, ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക് ഹിയർ. ബിക്കോസ് നമ്മൾ 90% അവരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, 80% വരെ അവരാണ്. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല എഡ്യൂക്കേഷനും നല്ല ക്വാളിഫൈഡ് റോൾസിലും പ്രൊഫഷണൽ റോൾസിലും ഉള്ളവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 80 to 90%. അപ്പം ഇവർക്ക് ഡെപ്പോസിറ്റ് വൈസും സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5% ജെന്യുവൻ സേവിങ്സിലുള്ള ഒരു ഇഷ്യൂസേ വരുന്നുള്ളൂ വളരെ മിനിമം ആയിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ നാട്ടിൽ നിന്ന് ഗോൾഡ്, അങ്ങനെ പല സോഴ്സസ് നമുക്കുണ്ട് മലയാളികൾക്ക്. അതുകൊണ്ട് 10%-ൽ ഐ ഡോണ്ട് സീ ദം ഹാവിങ് സ്ട്രഗിൾ ദെയർ. പിന്നെ
വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സിന്ധു പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്തവർക്ക് ദർ ആർ അതർ ഓപ്ഷൻസ് അവൈലബിൾ. അപ്പം അതിലാണ് കയങ്കോറയുടെ ഫസ്റ്റ് ഹോം ലോൺ കാറ്റഗറി വരുന്നത്. അപ്പം 5% ജെന്യുവിൻ സേവിങ്സ് എന്ന് ഞാൻ പറഞ്ഞ, ലെറ്റ് മീ എലാബറേറ്റ്. അത് ഇറ്റ് ഹാസ് ടു ബി സംതിങ് ദാറ്റ് ദേ സേവ് ഫ്രം ദെയർ എൻഡ്. അപ്പം അവരുടെ സേവിങ്സ് ആയിരിക്കണം അത് പേരൻസിൻ്റെ സപ്പോർട്ട് ആയിരിക്കരുത്. ഗിഫ്റ്റിംഗ് പറ്റും, പക്ഷെങ്കിൽ അത് ആ കയങ്കോറ പോളിസിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അത് സിമ്പിൾ. ഞാൻ മുമ്പേ സിന്ധു ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബാങ്ക്സ് എന്താണ് ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്ക്സ് വിചാരിക്കുന്നത് ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു 5% സേവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവർക്ക് ഞാൻ എങ്ങനെ 700K ലോൺ കൊടുക്കും. ദാറ്റ്സ് ജെന്യുവിൻ തിങ്, ജെന്യുവിൻ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പം അതാണ്. സോ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഇതിനെക്കുറിച്ചല്ലേ. എങ്ങനെയാണ് അവരുടെ എലിജിബിലിറ്റി നോക്കുന്നത്, എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്, ക്വാളിഫൈ ചെയ്യാത്തവർക്കുള്ള സൊല്യൂഷൻ എന്താണ്? ഓക്കെ, ഞാൻ ഇത്രയൊന്ന് ഇലാബറേറ്റ് ചെയ്യാം ഇവിടെ. എന്താണെന്ന് വെച്ചാൽ പല ക്ലയൻസും നമ്മളോട് ചോദിക്കുമ്പോൾ ദേ ഗെറ്റ് വെരി കൺഫ്യൂസ്ഡ്. ബിക്കോസ് കയങ്കോറ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവർ ബിൽഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, അതല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ കയങ്കോറ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ പ്രോപ്പർട്ടിയിൽ ടൈറ്റിലിൽ വരുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കയങ്കോറ ഫസ്റ്റ് ഹോം ലോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏത് പ്രോപ്പർട്ടീസ് വേണേലും അവർക്ക് വാങ്ങിക്കാം. ദ ക്രൈറ്റീരിയ ഇസ് ദേ ഷുഡ് ഹാവ് എ മിനിമം ഓഫ് 5% ഡെപ്പോസിറ്റ്. It does not have to be genuine savings. രണ്ടാമത്, they have to be working in the same industry for last 1 year. Or they have to be in the same role for last 1 year. Or they have to work at least 12 months in the industry. Right. ഇനി മൂന്നാമതെന്ന് പറയുന്നതാണ് വളരെ ഡിഫിക്കൽട്ട്, നമ്മളുടെ ക്ലയൻറ്റേൽ കാണുന്ന ഒരു ഡിഫിക്കൽട്ട് പീസാണത്. ദ ടോട്ടൽ ഇൻകം ഹാസ് ടു ബി ലെസ് ദാൻ $150,000. ഫാമിലിയുടെ ഇൻകം. കറക്റ്റ്. അത് നമ്മളുടെ കാറ്റഗറിയിൽ വളരെ കുറവാണ്. അതിനകത്ത് കുറച്ച് ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. അത് ലെറ്റ് ദ ക്ലയൻറ്റ്സ് കോൾ ഡയറക്ട്ലി ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ കേസ് ടു കേസ് ബേസിസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മളുടെ ക്ലയൻറ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബിറ്റ്. ദേ ആർ ഡെഫിനറ്റ്ലി അബവ് $150,000 മോസ്റ്റ് ഓഫ് ദെം. നോർമലി നമ്മൾ എടുക്കുന്ന ഒരു മോർഗേജ് ഒരു 15 to 30 ഇയേഴ്സിൻ്റെ മോർഗേജ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഏർലി റീപേയ്മെൻറ്റ് നമ്മുടെ ഓവറോൾ പേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് എല്ലാവർക്കും ആകാംക്ഷയും പല അഡ്വൈസേഴ്സും കമ്പനീസും അഡ്വർടൈസ് ചെയ്യുന്ന ഒരു ഫീൽഡുമാണ്. വി ക്യാൻ ഹെൽപ്പ് യു ടു പേ ഓഫ് യുവർ മോർഗേജസ് ഫാസ്റ്റർ. There are many different ways to do this, Sindhu. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ക്ലയൻറ്റ് സിനാരിയോ ആൻഡ് ദെയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദെയർ സ്റ്റേജ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം ഇവിടെ ലോൺസ് 30 ഇയേഴ്സിലേക്കാണ് ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പേ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് ഫിക്സ്ഡ് ലോണും ഉണ്ട്, ഫ്ലോട്ടിംഗ് ലോണും ഉണ്ട്. ഫിക്സ്ഡ് ലോൺ എപ്പോഴും ചെയ്യുന്നത് ഒരു സാഹചര്യം, അതായത് നമുക്ക് ഒരു കമ്മിറ്റഡ് പേയ്മെൻറ്റ്സേ എനിക്ക് പറ്റുള്ളൂ. young couple with 2 children or 3 children, they will have other expenses which while they are growing up. അങ്ങനെയുള്ള ക്ലയൻസ് ഒക്കെ മോസ്റ്റ്ലി ഫിക്സ്ഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ദേ നോ ദാറ്റ് ദിസ് ഇസ് വാട്ട് ദേ ആർ ഗോയിങ് ടു പേ. വേരിയബിൾ എപ്പോഴും ഫ്ലോട്ടിങ്ങിൽ കിടക്കുന്ന ലോണാണ്. യു ക്യാൻ എപ്പോൾ വേണേലും വാക്ക് ഇൻ ചെയ്താൽ യു ക്യാൻ പേ ഓഫ് ദ ലോൺ. അപ്പോൾ വേരിയബിളും ഉണ്ട്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ബാങ്ക്സ് ഹാവ് ഗോട്ട് ഡിഫറെൻറ്റ് വേസ് ഓഫ് എൻകറേജിങ് ദ ക്ലയൻറ്റ്സ് ടു പേ ഓഫ് ദ മോർഗേജ്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ സിംപ്ലി, $1 എക്സ്ട്രാ കൊടുത്താലും നമ്മുടെ പ്രിൻസിപ്പലിലോട്ടാണ് പോകുന്നത്, പലിശയിലോട്ടല്ല. ഓക്കെ, അതൊന്ന്. സോ മിനിമം റീപേയ്മെൻറ്റ്സ് ദേ ക്യാൻ ഇൻക്രീസ് ആൻഡ് ഓൾസോ ദേ ക്യാൻ സ്പ്ലിറ്റ് ദെയർ ലോൺ ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ എല്ലാ ലോണും എടുത്ത് ഇപ്പോൾ 800K ഒരാളുടെ ലോണാണ്, 800K കൂടെ വേരിയബിളിലോട്ട് വെക്കേണ്ട കാര്യമില്ല. ബേസ്ഡ് ഓൺ ദെയർ സാഹചര്യം നമുക്ക് അത് ഡിഫറെൻറ്റ് ലോൺ സ്ട്രക്ചർ കൊടുക്കാം. ആക്ച്വലി ഐ സ്പെസിഫിക്കലി സ്പെൻഡ് അബൌട്ട് half an hour
explaining this to the clients. Because very important ആണ് 70 years 40 years കഴിഞ്ഞ് ഉള്ള ക്ലയൻസ് ഒക്കെ ഡെഫിനറ്റ്ലി ആ ലോൺ സ്ട്രക്ചർ ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഐ വുഡ് ലൈക്ക് ടു റീഇൻസ്റ്റേറ്റ് ഹിയർ അഗെയിൻ ലിസണേഴ്സിൻ്റെ അടുത്ത്. ലോൺ സ്ട്രക്ചറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി സംടൈംസ് അപ്രൂവലിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ലോൺ സ്ട്രക്ചർ ചെയ്യുന്നത്. അത് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആർ അവൈലബിൾ ടു പേ ഓഫ് യുവർ ലോൺ ക്വിക്കർ, ടു സേവ് ഇൻട്രസ്റ്റ് വിത്ത് ദ മണി ദാറ്റ് യു ഹാവ്, സ്പ്ലിറ്റ് ലോൺ ആയിട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് വേസ് ആർ ദെയർ. സിമി, നമ്മൾ ഈ ഔട്ട്ഫിറ്റ് ഷോപ്പ് അറൗണ്ട് ചെയ്യുന്ന പോലാണ് നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഷോപ്പ് അറൗണ്ട് ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു എഡ്ജുള്ള ഓഫേഴ്സൊക്കെ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? തീർച്ചയായിട്ടും ഐ തിങ്ക് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ സിനാരിയോ. ചിലപ്പോൾ റീസെൻ്റായിട്ട് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ചതാണ്. ക്ലയൻറ്റ് ഏതാണ്ട് ഒരു 1% ഇൻട്രസ്റ്റ് റേറ്റോളം നമ്മളിപ്പം കുറച്ച് കൊടുക്കാൻ പറ്റി ക്ലയൻറ്റിന്. ബിക്കോസ് അവരുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് റീഅസസ് ചെയ്ത് നമ്മളുടെ എക്സ്പെർട്ടീസ് യൂസ് ചെയ്യുമ്പം ദ മോർഗേജ് അഡ്വൈസേഴ്സ് ഓർ ദ ബാങ്ക്സ് ക്യാൻ do that for in certain circumstances. പക്ഷെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് റേറ്റ്സ് എല്ലാം ഇറ്റ്സ് എ മോർഗേജ് വാർ ഹാപ്പനിങ് ദെയർ, എല്ലാ ബാങ്ക്സും തമ്മിൽ. സോ എല്ലാ ക്ലയൻസും ദേ ഷുഡ് റിവ്യൂ ദെയർ ലോൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ചില കേസസിൽ, മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ദെയർ സിനാരിയോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലെങ്കിൽ ആദ്യമായി ന്യൂസിലൻഡിലൊരു വീട് സ്വന്തമാക്കണം എന്ന സ്വപ്നമുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്രദമായ കുറച്ച് ടിപ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ഇനിയും എനിക്ക് ടച്ച് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലാതെ ഞാൻ കാണുന്നുണ്ട് പല നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ളവർ, 5 വീടുള്ളവർ, 10 വീടുള്ളവർ, നമ്പർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോൺസും അതുപോലെ തന്നെ ചിലർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വീടിൻ്റെ റെൻറ്റ് മാത്രമാകാം, ചിലർക്കൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അത് റെൻറ്റിന് കൊടുത്തിട്ട് കിട്ടുന്ന റിവാർഡായിരിക്കാം. ഇങ്ങനെയുള്ള ക്ലൈൻറ്റെയിലിനെ എങ്ങനെയാണ് സിമി ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എല്ലാം ഫസ്റ്റ് ഹോമിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങുന്നത്. അപ്പം ഈ ഫസ്റ്റ് ഹോം വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്ലയൻറ്റ് അവർക്ക് എന്താണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്, റൈറ്റ്? സം പീപ്പിൾ വോണ്ട് ടു പേ ഓഫ് ദെയർ ലോൺ ഫാസ്റ്റർ, ഫിനിഷ് ഓഫ് സമാധാനമായിട്ടിരിക്കണം. ചിലർ അങ്ങനെയല്ല, ദേ വോണ്ട് ടു ടേക്ക് ദ റിസ്ക് ആൻഡ് ബിൽഡ് ദെയർ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ. അപ്പം ഇങ്ങനെയുള്ള ക്ലയൻസിന് ഒരുപാട് ടിപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, പേയിങ് ഓഫ് ദ മോർഗേജ് ഫാസ്റ്റർ. അപ്പം ഇതിന് തന്നെ ഡിഫറെൻറ്റ് ബാങ്ക്സിന് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. പേ ചെയ്യാതെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് അവരടയ്ക്കുന്നത് പ്രിൻസിപ്പലിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. സോ ദേ സ്റ്റാർട്ട് ബിൽഡിങ് ദെയർ സേവിങ്സ് ഓർ ഈക്വിറ്റി. അപ്പം ആ ഈക്വിറ്റിയാണ് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സേഫ് ഒരു $80,000 ഇട്ട് ഒരു $800,000 ഒരു വീട് മേടിച്ചു. യു ആർ വെയിറ്റിംഗ് with that property for 3 years. So average ഒരു 5 to 7% മിനിമം ഗ്രോത്ത് ആണ് ഒരു പ്രോപ്പർട്ടിയിൽ. അത് പ്രൂവൺ ആണ് ഇൻ ന്യൂസിലൻഡ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് 30 years ഇറ്റ് ഹസ് ബീൻ ഡൺ. അപ്പം അവിടെ എന്താ പറ്റുന്നത്, നമ്മൾ ലോൺ അടച്ചു തീർക്കുന്നു, പാരലലി പ്രോപ്പർട്ടിയുടെ വാല്യൂയും കൂടെ കൂടുന്നു. സോ ദിസ് ഈക്വിറ്റി ബിക്കംസ് എ ഡെപ്പോസിറ്റ് ഫോർ അനദർ പ്രോപ്പർട്ടി. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 80,000 മാത്രമേ നമ്മുടെ ക്യാഷ് നമ്മൾ ഇറക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം യു ആർ യൂസിങ് ബാങ്ക്സ് മണി ടു ബിൽഡ് യുവർ പോർട്ട്ഫോളിയോ ഓഫ് പ്രോപ്പർട്ടീസ്, റൈറ്റ്? അവിടെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. ബട്ട് ദിസ് ഇസ് സംതിങ് വിച്ച് ഓൺലി ഫോർ പീപ്പിൾ ഹു വോണ്ട്സ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ചിലർക്ക് ലോൺ ഇരിക്കുന്ന കാണുമ്പം പേടിയാണ്. അത് സോ ഇറ്റ്സ് 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. നമുക്ക് ആക്ച്വലി 8ഉം 9ഉം പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ബാങ്ക്സിൽ വെച്ചിരിക്കുന്ന ക്ലയൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് their own challenges in how to manage those properties, but again
government policies, taxation, everything makes a big impact on their loan and their decisions to buy and sell, right? അതൊക്കെയുണ്ട്. അറിയാമല്ലോ, പ്രോപ്പർട്ടിക്ക് ടാക്സ് കൊടുക്കണം ഇഫ് ദേ സെൽ. അപ്പം ലേബറിൻ്റെ ചേഞ്ചസ് ചെയ്യുന്ന ഇപ്പോൾ നാഷണലിൻ്റെ ചേഞ്ചസിൽ അതൊരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് ആയിരുന്നു വന്നത്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു പേ എ ടാക്സ് ഇഫ് യു സെല്ലിംഗ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ 2 years. മുമ്പ് 5 years ആയിരുന്നു. സോ ഇത് ഓൾ മെയ്ഡ് എ ബിഗ് change this year. And again, as you said rightly in the beginning, ഇപ്പോൾ OCR ചേഞ്ച് ചെയ്യുമ്പം അതാണ് ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് അങ്ങോട്ട് കുറയാൻ തുടങ്ങുമ്പം ദർ ആർ സോ മെനി ഇൻവെസ്റ്റേഴ്സ് ഔട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ് വിത്ത് ഈക്വിറ്റി who wants to jump. ഞങ്ങളത് കാണാൻ തുടങ്ങി ഓൾറെഡി. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 weeks മോസ്റ്റ് ഓഫ് ആർ ഓൾഡ് ക്ലയൻസ് ആർ കോളിങ് അസ് ആൻഡ് സെയിങ്, സിമി ഞങ്ങൾക്കൊരു അടുത്ത പ്രോപ്പർട്ടിക്ക് നമുക്ക് റെഡി ആക്കാം എന്നുള്ള ആ ഒരു ഇതിൽ. ഇൻഫാക്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഐ ഗോട്ട് എൻ ടെക്സ്റ്റ് സെയിങ് ദാറ്റ് ഞങ്ങളൊരു ചെറിയ പ്രോപ്പർട്ടി കണ്ടു, ഇത് റെൻറ്റ് കിട്ടി, ഇത്രയും റെൻറ്റുള്ള. അപ്പം ദാറ്റ്സ് ദ മാർക്കറ്റ് വിച്ച് ഇസ് ഗോയിങ് ഫോർവേഡ് ആൻഡ് വി ഡു ഡെഫിനറ്റ്ലി. അവർക്ക് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആണ് ബാങ്ക്സ് കൊടുക്കുന്നതും. ഇൻവെസ്റ്റേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് ബാങ്ക്സ് കൊടുക്കുന്നത്? ഓൺ എ ഹൈ ലെവൽ പറയാൻ പറ്റുമെങ്കിൽ. ഹൈ ലെവൽ പറഞ്ഞാൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ദ ബാങ്ക്സ് ആർ ഗിവിങ് ഇസ് ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺലി ലോൺസ് ചെയ്യാൻ പറ്റും. അത് മിനിമം 3 years വരെയും 5 years വരെയും കൊടുക്കാൻ പറ്റും. ആൻഡ് ഓഫ് ലേറ്റ് സം ഓഫ് ദ ബാങ്ക്സ് ആർ ഈവൻ എക്സ്റ്റെൻഡിങ് ആഫ്റ്റർ ദാറ്റ്. സോ ഇൻട്രസ്റ്റ് മാത്രം, ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, യു ജസ്റ്റ് പേ only the interest and keep the property. അപ്പം അവിടെയാണ് നമ്മുടെ ക്ലയൻസ് ചൂസ് ചെയ്യേണ്ടത് വാട്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ദേ ആർ ഗോയിങ് ടു ബൈ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ദ പ്രോപ്പർട്ടീസ് പേ ദ മോർഗേജ് ബൈ ഇറ്റ് സെൽഫ്? അതൊക്കെ ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ടു ഇൻവെസ്റ്റ്, വെയർ ടു ഇൻവെസ്റ്റ്, ആൻഡ് ഇസ് വാട്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് യു ഷുഡ് ഇൻവെസ്റ്റ് എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബട്ട് ഇഫ് ദേ ഹാവ് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ, എന്തിനാണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വലിയ ലോൺസ് എടുക്കുന്നത്? ബിക്കോസ് that will create a passive income towards their retirement period. അതാണല്ലോ ഇതാണ് പാസീവ് ഇൻകം കൊണ്ട് സിമി ഉദ്ദേശിക്കുന്നത്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഒരു 2-3 വീടുകളുള്ള ഒരാളെന്ന് പറയുന്നത് ഒരു നല്ല മാർക്കറ്റ് അവർ ഗെസ് ചെയ്ത് ആ ഒരു ടുവേർഡ്സ് ദ റിട്ടയർമെൻറ്റ് മേ ബി 65, they don't want to work anymore എന്ന് പറഞ്ഞാൽ couple of properties, maybe one property they sell and pay off the complete mortgage, then the other 2 properties are going to give them rent while they can work. നമ്മുടെ ന്യൂസിലൻഡിൽ 70-75 വരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. So this rent can be an additional income for them. And a couple of properties will help them to pay off the mortgage, and also one property can give them rent while they keep their home. നല്ലൊരു ഐഡിയ ആണ് സിമിയ പറഞ്ഞത്. അബ്സല്യൂട്ട്ലി. പിന്നെ അതുപോലെ സിന്ധു നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഹൗ ക്യാൻ ഐ പേ ഓഫ് ദ മോർഗേജ് ക്വിക്കർന്ന്. ഇവിടെയും ഇവിടെ ജനറലി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈവൻ ഫ്രം ദ ബാങ്ക് സൈഡ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് ക്ലയൻറ്റ്സ് ഡു ദിസ്. ഒരു 65 ഒക്കെ കഴിയുമ്പോൾ ദേ ഡൗൺ ഗ്രേഡ് ദെംസെൽവ്സ്. ബിക്കോസ് നല്ല വലിയ ലാൻഡും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഞങ്ങളുടെ പഴയ നെയ്ബർ ഒരാൾ ഇസ് എ ക്രൊയേഷ്യൻ ലേഡി. ഷീ സോൾഡ് ദ പ്രോപ്പർട്ടി ആൻഡ് മൂവ്ഡ് ഇൻ ടു എ സ്മോൾ 2-bedroom unit which she can manage herself. So this is also a trend and a way of. അപ്പം വലിയൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് ആ മോർഗേജ് 30 വർഷം അടയ്ക്കണം എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് പറ്റാത്ത ഇതിൽ. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർട്ടീസ് ഇൻ ഇന്ത്യ ആൻഡ് ഹിയർ. ഐ ഓൾവേസ് ടെൽ ദിസ് ടു ദ കസ്റ്റമർ ഓൾസോ. അസറ്റ് ഭയങ്കര മൂവബിളാണ് ഇവിടെ. ഇറ്റ് നമ്മുടെ നാട്ടിൽ ഒരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ വിൽക്കണമെങ്കിൽ ഇറ്റ്സ് എ ഹെല്ല ലോട്ട് ഓഫ് പ്രോസസ്സ് അല്ലേ. അത് സാധനം കാശ് കിട്ടണം, പിന്നെ ബാങ്കിൽ കൂടെ വരണം. അതൊന്നുമില്ല ഇവിടെ. ഭയങ്കര സ്മൂത്ത് പ്രോസസ്സാണ്. ലോയേഴ്സ് ഉണ്ട്, ഏജൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ആവറേജ് സെയിൽ ഓഫ് എ പ്രോപ്പർട്ടി on a worse market is also around 90 to 120 days. That gives a comfort for you to buy a nice home if you want to buy now, live your life, sell it off, മൂവ് ഇൻ ടു എ ഡൗൺ. അപ്പോൾ ആ ഡൗൺ ഗ്രേഡ് ചെയ്യുമ്പം അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ഇതിലോട്ട് പോകും. മേ ബി യു വിൽ നോട്ട് ഹാവ് എ മോർഗേജ്. കുറച്ചുകൂടെ മെൻ്റൽ പീസ് തരുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. നാട്ടിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്, നാട്ടിൽ നമുക്കൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ പ്ലോട്ട് വാങ്ങിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പ്ലാനിൽ വീട് വാങ്ങിക്കുക. ഇവിടെ മോർ ഓർ ലെസ് നമുക്ക് ഒരു റെഡിമെയ്ഡ് വീടാണ് നമ്മൾ പോയി വാങ്ങിക്കുന്നത്.
ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിമിയുടെ ക്ലൈൻറ്റേയിൽ അങ്ങനെ ലാൻഡ് വാങ്ങിച്ചിട്ട് സ്വന്തം പ്രോപ്പർട്ടി ബിൽഡ് ചെയ്ത കേസസ് ഉണ്ടോ? ഓ, എനിക്ക് ചില ഔട്ട്സൈഡ് ഓക്ലൻഡ് ക്ലൈൻറ്റേലുണ്ട്. 2ഉം 3ഉം പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്ത് അവരുടെ ഡ്രീം ഹോം മലയുടെ മണ്ടയ്ക്ക് പണിഞ്ഞ ക്ലയൻസ് ഉണ്ട്. സോ അബ്സൊല്യൂട്ട്ലി പോസിബിൾ. ലാൻഡ് വാങ്ങിച്ച് 3 വർഷം എൻ്റെ അഡ്വൈസ് കേട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം അവർ 2 പ്രോപ്പർട്ടിയും കൊടുത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് അവരുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്യുന്ന ക്ലയൻസുമുണ്ട്. സോ ഇറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി പോസിബിൾ ഹിയർ. ലാൻഡ് മാത്രമായിട്ട് വാങ്ങിക്കണമെങ്കിൽ 50% deposit വേണം. But if you have a plan to build in that land in the next couple of years, there's always a possibility. Banks are very happy to help you with that. Right? And we do quite a lot of construction loans actually. അപ്പോൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ കാണുന്ന അങ്ങനത്തെ പ്രോപ്പർട്ടീസിനും നല്ലൊരു മാർക്കറ്റുള്ള സമയമാണ് അല്ലേ? അബ്സല്യൂട്ട്ലി. ഇപ്പം ഞാൻ കാണുന്ന ഞങ്ങളുടെ ലാസ്റ്റ് 6 months to 8 months ആയിട്ട് ഞങ്ങൾ കാണുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്, ചേച്ചി ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഈ വീട് 2 bedroom 3 bedroom ആണ്, ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ വലിയ ലാൻഡുള്ള വീട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ പ്രോപ്പർട്ടിയിലോട്ട് പോകണം. അപ്പം സെല്ലിങ് ആൻഡ് ബൈയിങ് ഇൻ ദ സെയിം മാർക്കറ്റ് ഇസ് ഓൾവേസ് റെക്കമെൻഡഡ് ബിക്കോസ് യു ആർ ഡൂയിങ് ദിസ് ബോത്ത് ദ ആക്ടിവിറ്റീസ് ഇൻ ദ സെയിം മാർക്കറ്റ്. അപ്പോൾ ഒരു വീട് മേടിച്ചിട്ട് ഒരു വീട് വിറ്റിട്ട് വാങ്ങിക്കാനും പറ്റിയ മാർക്കറ്റാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ഒരു 20% ഡെപ്പോസിറ്റാണ് റെക്കമെൻഡഡ് മിനിമം ഫസ്റ്റ് ഹോം ബയേഴ്സ് ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ അപ്ഗ്രേഡിങ് ഓപ്ഷൻ ആയിരിക്കണം. എന്താണ് ഈ അപ്ഗ്രേഡിങ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ സിമി? അപ്ഗ്രേഡിങ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കറൻറ്റ് പ്രോപ്പർട്ടി വിറ്റിട്ട് വേറൊരു പ്രോപ്പർട്ടി അറ്റ് ദ സെയിം ടൈം. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മളെപ്പോഴും അങ്ങനെ ഒരു ക്ലയൻറ്റ് ചോദിക്കുമ്പം വി ട്രൈ ടു ഹെൽപ്പ് ദം ടു ഹോൾഡ് ദ കറൻറ്റ് പ്രോപ്പർട്ടി ആൻഡ് ബൈ അനദർ പ്രോപ്പർട്ടി. അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ബിക്കോസ് അന്നേരം അവരുടെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആവും, പുതിയത് വാങ്ങിക്കുന്നത് അവർക്ക് താമസിക്കാനുള്ള പ്രോപ്പർട്ടി ആവും. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാ സാഹചര്യങ്ങൾക്കും അത് ചിലപ്പോൾ ഈ ക്ലയൻറ്റിന് അത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പം സെൽ ആൻഡ് ബൈ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയാണ് ഈ അപ്ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമർ അത് പോയി പിന്നെ ഇവിടെ തന്നെ ഈ അപ്ഗ്രേഡിങ്ങിൽ ഇറ്റ് ക്യാൻ become a lifestyle also, right? സിന്ധു ചോദിച്ച ക്വസ്റ്റ്യന് ലൈഫ് സ്റ്റൈൽ പ്രോപ്പർട്ടിയും വരാം. ഈ അപ്ഗ്രേഡിങ്ങിൽ തന്നെ ആക്ച്വലി ഈ സെല്ലിങ് ആൻഡ് ബൈയിങ് ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. അവിടെ നമുക്ക് ചില സ്റ്റേജസിൽ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ താമസിച്ചാലും ഇവർക്ക് വാങ്ങിക്കേണ്ട പ്രോപ്പർട്ടി റെഡി ആവുകയാണെങ്കിൽ നമ്മൾ പിന്നെ അതിനെ ബ്രിഡ്ജിങ് ലോൺ ആക്കും. ബ്രിഡ്ജിങ് ലോൺ എന്ന് പറഞ്ഞാൽ യു ആർ ഹാവിങ് ബോത്ത് ദ പ്രോപ്പർട്ടി ലോൺസ്. ബ്രിഡ്ജ് ചെയ്യാണ് 2 സെക്യൂരിറ്റിയും വെച്ച് ആ ലോൺസിനെ. എന്നിട്ട് അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ദേ വിൽ ഹാവ് എ ലിറ്റിൽ ബിറ്റ് മോർ ടൈം ടു സെൽ ദ പ്രോപ്പർട്ടി, ബട്ട് ദേ വിൽ ബൈ ദ ബിക്കോസ് ഇപ്പം നല്ല മാർക്കറ്റ് ആയതുകൊണ്ട് അവർ വാങ്ങിക്കും. പക്ഷേ ഹോൾഡ്. പക്ഷേ ബ്രിഡ്ജിങ് ലോൺ ഇത്തിരി ടഫാണ്, അതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. സോ അതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ടേ ബാങ്ക്സ് ആണെങ്കിലും ഞാനാണേലും കൺസിഡർ ചെയ്യത്തുള്ളൂ. ആൻഡ് ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദി ബ്രോക്കേഴ്സ് ഓൾസോ ദ സെയിം. ബിക്കോസ് ബ്രിഡ്ജിങ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. 1 വർഷത്തേക്ക് മാക്സിമം കിട്ടത്തുള്ളൂ ലോണ്. മിനിമം 6 months ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 1 year. And they will be paying floating interest rate. So it will be an expensive process for the customers. അവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് they can have a closed bridging എന്ന് പറഞ്ഞാൽ അവർക്ക് കാണുന്നതും വാങ്ങിക്കുന്നതും വിൽക്കുന്നതും വാങ്ങിക്കുന്നതും കൂടെ ഒരു സിമിലർ ടൈമിൽ എൻഡപ്പ് ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷനാണ്. ഈ സിങ്ക് കറക്റ്റ് ആവണം. അത് വി ക്യാൻ ഗൈഡ് ദം ആക്ച്വലി. ലോട്ട് ഓഫ് ക്ലയൻസ് വി ഡു ദാറ്റ്. ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിങ്ങും ചലഞ്ചിങ്ങുമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് സിമി ഹാൻഡിൽ ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. ഞാൻ ചോദിക്കട്ടെ, സിമിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ളത് ഏത് സെഗ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനാണ്? ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെയാണോ, ഇൻവെസ്റ്റേഴ്സിനെയാണോ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഡീൽ ചെയ്യാനാണോ? ഏതാണ് സിമിയുടെ ഫോട്ടെ? പേഴ്സണലി എല്ലാ ലോണും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. വെൻ ഐ ഗിവ് എൻ അപ്രൂവൽ ടു എ ക്ലയൻറ്റ് ദാറ്റ് മേക്സ് മീ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. ആൻഡ് എൻ്റെ ടീമിലുള്ളവരും അതെല്ലാം പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളും പറയുന്ന കാര്യം, ചേച്ചി അവർക്ക് ഒരു ലോൺ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായില്ലേ. ആക്ച്വലി അവർക്ക് വീട് കഴിയുന്നതിന് മുമ്പ് ആ ലോൺ കിട്ടുമ്പോഴാണ് വി ഗെറ്റ് ദാറ്റ്സ് ആർ മോട്ടിവേഷൻ.
പിന്നെ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിപ്പം കൂടുതലും അഡ്വൈസ് പീസിലാണ് ഞാൻ നിൽക്കുന്നത്. സോ വൺസ് ഐ മീറ്റ് ദ ക്ലയൻറ്റ് അഡ്വൈസ് കഴിഞ്ഞാൽ ഐ ഹാവ് എ ടീം ഹൂ ക്യാൻ പ്രോസസ്. എൻ്റെ ടീമിൽ എല്ലാവരും തന്നെ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. സോ ദാറ്റ്സ് ദെയർ. ഇപ്പം ഞാൻ ചെയ്തു വരുന്നത് കൂടുതലും ഡെവലപ്മെൻറ്റ് ലോൺസും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലോൺസാണ്. അത് കൊമേഴ്ഷ്യൽ ബിസിനസ് ലോൺസും ചെയ്യാറുണ്ട്. ഇപ്പം അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ബാങ്ക്സ് ചില സെക്ടേഴ്സിനെ ദേ വോണ്ട് ടു ഹൈ റിസ്കിലിരിക്കുന്ന ചില സെക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ബാങ്ക്സ് അവരുടെ അപ്പറ്റൈറ്റിൽ അത് അവർക്ക് എടുക്കാൻ പറ്റും. സോ ഐ എം ഡൂയിങ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ദാറ്റ്. അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. ആൻഡ് ദാറ്റ്സ് വെയർ ഐ എം ബിക്കമിങ് മോർ എക്സ്പേർട്ട് നൗ. ഡെവലപ്മെൻറ്റ് ലോൺസിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെൻറ്റിനാണോ അതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെൻറ്റിനാണോ? എങ്ങനെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ? ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ കുറച്ച് കൂടുതൽ വരാൻ പോകുന്നതും അതുകൊണ്ട് അത് തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഹാസ് ബീൻ ഓൾവേസ് എ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി പ്രൈസസ് ഇത്രയും ന്യൂസിലൻഡിൽ കയറാൻ കാരണവും. പക്ഷേ ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ദർസ് ലോട്ട് ഓഫ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. ഓക്ലൻഡിൽ നിറച്ച് സപ്ലൈ ഉണ്ട്. ചില ഏരിയാസിൽ തന്നെ പ്രോപ്പർട്ടീസ് ദാറ്റ്സ് ബിക്കോസ് ഓഫ് നോട്ട് പ്രോപ്പർട്ടീസ് മൂവ് ആവാത്ത കാരണമാണ്. ഇൻ അതർ 1 year the supply will go down and again demand will increase. എന്തുകൊണ്ടാണ്? ഇമിഗ്രൻസ് കൂടുതൽ വരുന്നത് കൊണ്ടാണോ? ക്വാളിഫയിങ് ബയേഴ്സ് കൂടുന്നതാണോ? എന്താണ്? Qualifying buyers will be more in the coming market because investors will be in the market. Pinna first home buyers who were not eligible because of their income to debt servicing ratio will improve for clients now in the market because അത് നമ്മൾ ടച്ച് ചെയ്തില്ല ആ പോയിന്റ്. ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ട് ബാങ്ക്സിന് ഒരു ടെസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പം അത് വളരെ ഹൈ ആയിരുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ. അപ്പം അതിനകത്ത് ക്വാളിഫൈ ചെയ്യാത്തവരെല്ലാം ഇനിയിപ്പോൾ ക്വാളിഫൈ ചെയ്തു വരും. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലോൺസ് സിന്ധു ചോദിച്ചല്ലോ. ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയുന്നത് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി, അതിനകത്തൊരു 1000 square meters ലാൻഡ് ഉണ്ട്, എനിക്കൊരു വീട് അവിടെ ഉണ്ട്. അപ്പം ഫോർ മീ റാദർ ദാൻ ബൈയിങ് അനദർ പ്രോപ്പർട്ടി സംവെയർ എൽസ് എല്ലാം കൂടെ കൊടുത്ത് ഇതിനകത്ത് ഞാൻ ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഇട്ടാൽ അത് ഇറ്റ് ബിക്കംസ് എ നോർമൽ കൺസ്ട്രക്ഷൻ ലോൺ. ഒരു വീടും കൂടെ വെച്ചാൽ ഒരു 3 to 4 വീട് മിനിമം 3 പ്രോപ്പർട്ടീസ് ഇൻ എ ടൈറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്മെൻറ്റ് ലോൺ ആവും. എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ്. 4 വീടെടുത്താൽ ബാങ്ക് കാണുന്നത് അതിനെ പിന്നെ ഡെവലപ്മെൻറ്റ് ലോൺസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് മോർ ഡൺ ബൈ ഡെവലപ്പേഴ്സ്. ആൻഡ് അവർക്കും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളുടെ ബാങ്കിൽ തന്നെ ഒരു 9% വരെ പോയി ഒരു സമയത്ത്. അപ്പം ഡെവലപ്മെൻറ്റ് ലോൺസിന് 11%, 12%, 13% വരെ പോയി. അതെല്ലാം ഇനി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വരും. I don't know how much you are following this market. കൗൺസിൽസിൽ ഇപ്പം നോക്കിയാൽ ബിൽഡിംഗ് കൺസെൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതെല്ലാം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയായിരുന്നു. ലൈക്ക് ഇറ്റ്സ് റോക്ക് ബോട്ടമാണ്. അത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് പേഴ്സണലി എൻ്റെ ബാങ്കിങ് എക്സ്പീരിയൻസിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ദിസ് വിൽ ചേഞ്ച് ബിക്കോസ് banks and the government will introduce more easier loans for even first home buyers to buy new properties. I think 2015 to 2019 ഒരു 3.5 years വരെ 5% ന്യൂ ഹോം വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ന്യൂ ഹോം എന്ന് പറയുന്നത് ബ്രാൻഡ് ന്യൂ ഹോം ഡയറക്റ്റ്ലി ഫ്രം എ ഡെവലപ്പറിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് പിന്നെ കോവിഡ് വന്ന് ഇതെല്ലാം അങ്ങ് നിന്ന് പോയത്. ആൻഡ് ഐ എം വിത്ത് മൈ എക്സ്പീരിയൻസ് ഐ തിങ്ക് ദാറ്റ് വിൽ കം ബാക്ക് ഇൻ ടു പിക്ചർ in the next coming years because recently ANZ has announced that ഇപ്പം നമ്മുടെ ഒരു സിന്ധു കേട്ടോന്നറിയില്ല, നമ്മുടെ കിവി സേവർ സേവ് ചെയ്യുന്നവർക്ക് 3 വർഷം കൂടെ മിനിമം സേവ് ചെയ്തവർക്ക് they used to get a grant from the government which was a free money which was available. ഒരു $10,000 വരെ അവർക്ക് കിട്ടുമായിരുന്നു. അത് റീസെൻ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങും നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ANZ ഒരു പോളിസി അവർ റിവൈസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്
ഈ $10,000 ഇവർക്ക് കിട്ടാത്തത് കാരണം ചില ഡെവലപ്പേഴ്സ് ആ $10,000 കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് പോലെ. ഇപ്പോൾ 725 ആണ് പർച്ചേസ് പ്രൈസ് ആണെങ്കിൽ 750 ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് ആ $10,000. അതും ANZ ഒരു ജെന്യുവിൻ സേവിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷോസ് മീ എ പോയിന്റ് വെയർ ദിസ് ന്യൂ പ്രോപ്പർട്ടീസിന് നല്ല ഒരു ഈസിയർ അവൈലബിൾ ഓപ്ഷൻസ് ഇപ്പോഴും ഈസിയർ ആണ്. പല കാറ്റഗറീസിലും ക്രൈറ്റീരിയ ഫേവറബിൾ ആക്കി കൊടുക്കുന്നു ബാങ്കുകൾ കൊടുക്കും. ആൻഡ് അത് ബെറ്റർ ആവുകയേ ഉള്ളൂ ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദ നെക്സ്റ്റ് 2-3 ഇയേഴ്സ് വരുമ്പോൾ. സിമി, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പം നമ്മളൊരു മോർഗേജ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ബാങ്ക് അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസേഴ്സ്. ബാങ്ക് അല്ലാതെ ഇപ്പം നമ്മുടെ കിവി ബാങ്ക്, ഓസ്ട്രേലിയൻ ബേസ്ഡ് ബാങ്ക് അല്ലാതെ നമുക്ക് മോർഗേജ് ലഭിക്കാവുന്ന മറ്റെന്തെങ്കിലും സോഴ്സുകളുണ്ടോ? ദർ ആർ ഹീപ്സ്. പക്ഷേ നമ്മളുടെ ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈ മെയിൻ ബാങ്ക്സ് ANZ, BNZ, Westpac, ASB, കിവി ബാങ്ക്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വി ഹാവ് ലിമിറ്റഡ് കിവി ബാങ്ക് പോലെ തന്നെ ന്യൂസിലൻഡ് ഓപ്പറേറ്റഡ് ബാങ്ക്സ് ആണ് TSB ആൻഡ് SBS and all. അവർക്കും അപ്പറ്റൈറ്റ് ഞാൻ മുമ്പേ പറഞ്ഞില്ല, അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും, അങ്ങനത്തെ കാര്യം. ബട്ട് ദേ ആർ ഓൾസോ എക്സലൻറ്റ് ബാങ്ക്സ്, ദേ ഹാവ് എക്സലൻറ്റ് പ്രോഡക്ട്സ് വിത്ത് ദം ആൻഡ് ദേ ഓൾസോ ഗിവ് ഗുഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇതൊന്നും അല്ലാതെ സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഉണ്ട്. അതായത് റിസർവ് ബാങ്കിൻ്റെ ചില ക്രൈറ്റീരിയ, ഫുൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതാണ് ഈ മെയിൻ ബാങ്ക്സ് എല്ലാം. അതിനകത്തൂടെ കുറച്ചുകൂടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ റൂൾസ് ലെസ്സായിട്ട് ഫോളോ ചെയ്യുന്ന ബാങ്ക്സ് ആണ് അടുത്ത. പക്ഷേ ഈ അടുത്ത സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ്, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ബ്ലൂ സ്റ്റോൺ പറയാം, പെപ്പർ മണി പറയാം, ലിബർട്ടി പറയാം. ബട്ട് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതും നമ്മുടെ മെയിൻ ബാങ്ക്സ് തന്നെയാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ടു മീറ്റ് ഓൾ ദ ക്രൈറ്റീരിയ ഇമ്പോസ്ഡ് ബൈ റിസർവ് ബാങ്ക് ആൻഡ് CCCFA എന്നൊക്കെ പറഞ്ഞ് ചില റൂൾസ് ഉണ്ട്. എങ്ങനെയുള്ള ക്ലയൻസ് ആയിരിക്കും അവരെ അപ്രോച്ച് ചെയ്യുക? ഗുഡ് ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് സെക്കൻഡ് ഇയർ ലെൻഡേഴ്സിനെ നമ്മളെപ്പോഴും അവർക്ക് ഇൻകം, അവരുടെ പോളിസീസ് കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും, പക്ഷേങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അറിഞ്ഞോ അറിയാതെയോ ക്രെഡിറ്റ് ഇഷ്യൂസ് ഉള്ള ക്ലയൻസ്, പിന്നെ ഇൻകം ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ഇൻകം നമ്മൾ എടുക്കുവാണെങ്കിൽ, സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ ദേ ഹാവ് ടു ഹാവ് എ മിനിമം ഓഫ് 1 year കണ്ടിന്യൂസ് ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഫൈനാൻഷ്യൽസ്. അങ്ങനെ ഇല്ലാത്ത അത് ഇൻകം മെയിൻ ബാങ്ക്സിൽ മീറ്റ് ചെയ്യാത്ത ക്ലയൻസ് ആണ് സെക്കൻഡ് ഇയർ ബാങ്ക്സിലോട്ട് പോകുന്നത്. ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ അതിനകത്ത് വരുമോ? ഇപ്പോൾ പള്ളികൾ. ഗുഡ് ക്വസ്റ്റ്യൻ. പള്ളികളും ഇതൊക്കെ അതിനൊരു റവന്യൂ ഇല്ലല്ലോ. ഇപ്പം ഏത് ചാരിറ്റി ഓർഗനൈസേഷൻ ആയാലും അതിന് റവന്യൂ ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഡൊണേഷൻസിലാണല്ലോ റൺ ചെയ്ത് പോകുന്നത്. സോ ബേസിക്കലി CCCFA എന്ന് പറയുന്ന ഒരു ബോഡിയാണ്, അവരും നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം പ്രോപ്പർ ഇൻകം ഇല്ലാത്ത ഒരു എൻറ്റിറ്റിക്കോ ഒരാൾക്കോ നമ്മൾ ലോൺ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ അതൊരു വലിയൊരു കാര്യമാണ്, ബ്ലാങ്കറ്റ് റൂളാണ് അത്. അതാണ് ബിക്കോസ് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അവരെന്തിനാ എൻ്റെ അടുത്ത് പർപ്പസ് ചോദിക്കുന്നത്? എനിക്ക് ഇത്രയും ഈക്വിറ്റി എൻ്റെ വീട്ടിൽ കിടക്കുന്നത്, എൻ്റെ വീടിന് 1 million ലോൺ ഉണ്ട്, പക്ഷേ എനിക്ക് $200,000 ലോണുള്ളൂ. എന്നാലും ഞാൻ പോയി ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, സിമി ബാങ്കിൽ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പറയും, ഇവിടെ ചില റൂൾസ് നമുക്ക് പർപ്പസ് എന്താണെന്ന് അറിയണം. ഫണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു 2012 മുമ്പായിട്ട് ഈക്വിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പൈസ കൊടുക്കാമായിരുന്നു ബാങ്കിന്. ഇപ്പം അങ്ങനെയല്ല. if the customers cannot, if there is no income to service the loan, none of the organizations can give, the main banks. അതിലെല്ലാമാണ് ഈ എക്സെപ്ഷൻസ് സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് വരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഈവൻ സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് ഡു നോട്ട് മീറ്റ്. ദെൻ വി ഗോ ഇൻ ടു ദ പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സ്. അങ്ങനെ പലരും ഉണ്ട് ഇവിടെ. ഇപ്പം ഡെവലപ്മെൻറ്റ് ലോൺസിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ലെൻഡേഴ്സ് പലതുമുണ്ട്. അവർ ഇൻട്രസ്റ്റ് റേറ്റും വളരെ ഹൈ ആയിരിക്കുമോ? യെസ്, ഡെഫിനറ്റ്ലി. യു ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് about 2.5% more than the bank's floating rate. ആൻഡ് കൺസ്ട്രക്ഷൻ ലോൺസിൽ പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ലോൺസ് എപ്പോഴും ഫ്ലോട്ടിങ്ങിലാണ് ഇടുന്നത്. അപ്പം ഫ്ലോട്ടിംഗ് റേറ്റ് തന്നെയായിരിക്കും, അപ്പോൾ ഫിക്സ്ഡും അല്ലാതെ. അപ്പോൾ ഇങ്ങനെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സംടൈംസ് ഇറ്റ് ക്യാൻ ബി റിയലി എക്സ്പെൻസീവ്.
പക്ഷെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദർ ഇസ് എ പേർപ്പസ് ഫോർ ദാറ്റ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് മൈൻഡ് ചെയ്യത്തില്ല ആൾക്കാർ. ഫീസ് സെപ്പറേറ്റ് കാണും, ലോയേഴ്സിൻ്റെ ഫീസ് സെപ്പറേറ്റ് കാണും. സോ ഓവറോൾ ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി പ്രോഡക്റ്റ്. ബട്ട് ഡെവലപ്പേഴ്സ് ആണെങ്കിലും ശരി, there is a need for that. There is a need, and there's a good market share going to these kind of banks, and there's a lot of people doing this now. Oh, great. നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മൾ ഇതുവരെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുമായിരുന്നു, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഒരു ഫസ്റ്റ് ഹോം ബയർ ആകാം, ഒരു ഇൻവെസ്റ്റർ ആകാം, ഒരു ബൊക്കെ ഓഫ് ഓപ്ഷൻസ് ഉണ്ട് മോർഗേജിനെ സംബന്ധിച്ചിടത്തോളം, പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് സിമിക്ക് എന്ത് തോന്നുന്നു? മാർക്കറ്റ് വോളറ്റൈലാണ്. എന്താണ് ഈ മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഈ മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ? യെസ്, എപ്പോഴും ഇത് ബിഗ് പോസിറ്റീവായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ബിക്കോസ് OCR ഇസ് കമ്മിങ് ഡൗൺ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഗോയിങ് ടു ഫോൾ എന്ന് പറയുന്നു. അപ്പം പോസിറ്റീവ് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ട കാര്യങ്ങളും പലതുമുണ്ട്. ലോൺ സ്ട്രക്ചറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ 1-2 വീഡിയോസിൽ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ലോൺ സ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നമുക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലോൺ സ്ട്രക്ചറിങ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ലോങ് ടേമിൽ ഫിക്സ് ചെയ്യണോ ഷോർട്ട് ടേമിലോട്ട് ഫിക്സ് ചെയ്യണോ, അതെല്ലാം ഈ ലോൺ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം വാട്ട് ഡു ഐ തിങ്ക് അബൌട്ട് ദ കറൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. എന്നാലും നമ്മൾ during 2019 to 21 we saw 17-18% growth on the property, and interest rates went to 2%, as I said before. I am not expecting that to happen. That's like a one time or a magical time ആയിരുന്നു. I mean, you don't want to get COVID again, right? And we don't want to be locked inside അങ്ങനെ. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇൻ ദ നെക്സ്റ്റ് 1 year we will see a good drop in the interest rate. I think it will go around 4% to 4.5% end of next year. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ഇത് കാരണം there will be a lot of activities in the market. Investors will come out in the market, but again I am not expecting, or the economists are not predicting a big jump on the property market. It will be slowly increasing. I think 26-27 will be the next boom. This is my personal opinion, nothing, not quoting from anywhere, but economists also predicting 2 to 3 years. It will be a great time. So investors na nalla time aanu to get out there and see what is available, which area to invest. Chala areas okke ippozhum undervalued aayittaanu kadakkunne in New Zealand. So those areas, example nammal parayuvanengil Lower Hutt, Wellington, it took a peak at one point. Pinna adippa slow down aayi irikkana. So there's a lot of options available there, even for first home buyers and investors. Development loans num again the same thing, commercial property 25-26 വരെ വെയിറ്റ് ചെയ്യുന്ന ആ ഗ്യാപ്പിനകത്ത് ഡെവലപ്മെന്റ് ലോൺസിൽ റിലേ ചെയ്യാം. Yes, correct. So, this is the time where you can afford to pay those kind of interest rate. Inflation controlled ആയിട്ട് വരുന്നു. But ഇതെല്ലാം പോസിറ്റീവ് നടക്കുമ്പോഴും we should not be forgetting an important factor that we currently facing in our market is unemployment. Many big organizations are laying off their staff and batch ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് I'm also reading all these reports, right? So അപ്പം ആ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു ത്രെറ്റ് തന്നെയാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി we will see a brighter future. We are expecting National to do some major changes so that our economy comes back stable. And we are all in a safer environment. But again, as I said initially പറഞ്ഞ പോലെ തന്നെ, it's a up and down. It goes and it's a cycle, and we will have to face that cycle and come out of that cycle nicely, gracefully. ഒത്തിരി അധികം ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ്, പ്രോഡക്റ്റ് നോളജ് ഡെയിലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി പേരെയും നമ്മൾ മോർഗേജ് അഡ്വൈസേഴ്സിനെ ഇങ്ങനെ കാണാറുണ്ട്. എങ്ങനെയാണ്
സിമിയിലേക്ക് ഇത്രയധികം കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആവുന്നതെന്ന് സിമി വിശ്വസിക്കുന്നു? കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് ഗുഡ്. എൻഡ് യൂസേഴ്സിന് കോമ്പറ്റീഷൻ ഉള്ളത് നല്ലത് തന്നെയാണ്. ബട്ട് എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ സർവീസ് ദാറ്റ് വി പ്രൊവൈഡ്. അത് ഒരു ആൻഡ് ഐ ടെൽ മൈ ടീം ഓൾസോ ദിസ് ദിസ് ഓൾ കെയിം ഫ്രം എമിറേറ്റ്സ്. അവിടെ എമിറേറ്റ്സ് ഇസ് വെരി ഫോക്കസ്ഡ് ഓൺ കസ്റ്റമർ സർവീസ്. അത് തന്നെയാണ് ഞാൻ ഇന്നും ഐ ബ്രീത്ത് ദാറ്റ് and I also tell the team to do that. So customer service, and നമ്മളുടെ most of the customers are referrals. സിന്ധു കാണുമല്ലോ, എല്ലായിടത്തും നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ആർ ബിസിനസ് ഇസ് ത്രൂ ആർ ക്ലയൻറ്റ് റെഫറൽസ്. ഒരു എനിക്ക് തോന്നുന്നു 70-80% അവിടെയാണ്. പിന്നെയാണ് നമ്മൾ ഈ പരസ്യം കൊടുക്കുന്നത് കൊണ്ട് വരുന്ന ഒരു റെഫറൽസ്. സോ ഐ വുഡ് സേ that's the biggest point that we have. And of course എൻ്റെ ഒരു ക്രെഡിറ്റ് മാനേജർ പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ലെൻഡിങ് പഠിച്ചുകൊണ്ടിരുന്നത്, സിമി യു വോണ്ട് ലേൺ ഹോം ലെൻഡിങ് അൺടിൽ യു റൈറ്റ് അബൌട്ട് 1000 ഡീൽസ്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവ്രി ക്ലയൻറ്റ് ഇസ് ഡിഫറെൻറ്റ്, എവ്രി സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. സോ ഐ തിങ്ക് ദ ബാങ്കിങ് നോളജ് ആൻഡ് ഓവറോൾ എക്സ്പീരിയൻസ് ആസ് എ ടോട്ടൽ പേഴ്സണാലിറ്റി, I think that personality brings into that and clients are very happy to be with us. അത് കേൾക്കാനും വളരെ സന്തോഷം. മുന്നോട്ട് സിമിയുടെ ഒരു ആസ്പിറേഷൻ എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്? Kripa is my baby now. So growing that and developing into different markets is one big aspiration that myself and Setu has got. So you will hear good news from us into 2025 about this. ഒത്തിരിയധികം നന്ദി, സന്തോഷം. ഈ ഒരു മോർഗേജ് ഇൻഡസ്ട്രിയെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഹോം ബയർക്ക്, ഒരു ഇൻവെസ്റ്റർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്യൂ ഡെലിജൻസിൽ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള ഒരു എന്താ പറയുന്നത് ടിക്ക് ബോക്സ് പോലെ കുറച്ച് കാര്യങ്ങൾ സിമി ഇത്രയധികം നേരമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ മലയാളം FM ലിസണേഴ്സിന് വേണ്ടി. വളരെയധികം സന്തോഷം, നന്ദി. സിമിയുടെ ഭാവി പരിപാടികൾ, അത് ബിസിനസ് എക്സ്പാൻഷൻ ആകാം, എക്സ്പെർട്ടൈസ് കൂടുതൽ, ഒരു നമ്മൾ പറയത്തില്ലേ ഈ ഇൻഡസ്ട്രിയിലെ ഒരു അവസാന വാക്ക് എന്നൊക്കെയുള്ള ഒരു ആളാവട്ടെ സിമി എന്ന് മലയാളം FMൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Let me also thank you so much, you yourself and the whole team of Malayalam FM, from the bottom of my heart. Adu kodade thanne the whole team, Kripa is very happy that we are present here. ഞങ്ങൾ എനിക്ക് പറ്റുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി പങ്കുവയ്ക്കാൻ പറ്റിയതിൽ ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് പ്രൗഡ്.